ഇവന്റെ അച്ഛൻ തെരുവില് എന്റെ അച്ഛന്റെ ചെരുപ്പ് പോളിഷ് ചെയ്തിരുന്ന ആളാ. ഇവന്റെ അമ്മയ്ക്ക് ഇവന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. ഇവന് ഭക്ഷണം കൊടുത്തിരുന്നത് പോലും ഞാനാ. ഇതുവരെ ഞാൻ മാന്യമായിട്ടാ നിന്നോട് പെരുമാറിയത്. പക്ഷെ ഇപ്പൊ നിന്റെ യഥാർത്ഥ സ്ഥാനം കാണിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഒന്ന് നിൽക്ക്. രാജീവ് സിൻഹയ്ക്ക് എല്ലാ വലിയ പ്രൊജക്ടുകളും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. ഇന്നു മുതൽ അവന്റെ എല്ലാ പ്രൊജക്ടുകളും ഉടൻ നിർത്തിവെക്കൂ. ഇപ്പൊ തന്നെ. അവനെ തടയൂ. അവൻ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകരും. ഹലോ, രാജ്വീർ, വിഷമിക്കണ്ട. രാജീവും മിന്റിയും എത്തിയിട്ടുണ്ടാവും. സർ, നിങ്ങൾ ആവശ്യപ്പെട്ട ഗിഫ്റ്റ്സ് എല്ലാം എത്തിച്ചു. ബാക്കി കാറുകൾ വഴിയിലാണ്. വൈകിയതിന് ക്ഷമിക്കണം. കുഴപ്പമില്ല ഷേർലി, താങ്ക് യു. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ആശയക്കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും സ്വന്തം മകളെ ഒരാൾക്ക് വിവാഹം കഴിപ്പിക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ. പക്ഷേ ഈ ബാഗ് നല്ല വലുതാണല്ലോ. ഇതിനുള്ളിൽ എന്തായിരിക്കും? ഓ, ഒന്നുമില്ല. 2 കിലോ ഉരുളക്കിഴങ്ങ്, 3 കിലോ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ആയിരിക്കും. അതും ശരിയാണ്, അത് തന്നെയാവും. ഈ ബാഗിൽ എന്താണുള്ളതെന്ന് ഞാൻ പറയാം. ഈ ബാഗിൽ 90 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന്റെ പേപ്പേഴ്സും അതുപോലെ 2 കോടി രൂപ വിലയുള്ള ഒരു വീടിന്റെ ഡോക്യുമെന്റ്സും ഉണ്ട്. എന്താ എന്താ ഇത് സത്യമാണോ? തുറന്നു നോക്ക്. നീ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെ മുന്നിൽ എന്റെ അമ്മ നാണം കെടും. കുറെ നേരമായിട്ട് ഞാൻ നിന്നോട് പറയാൻ ശ്രമിക്ക, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഭിക്ഷക്കാരനല്ല. എങ്ങനെ? പക്ഷെ നീ ജിയ 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 എന്റെ എല്ലാ ജോലികളും മാറ്റിവെച്ചാ ഞാൻ ഇവിടെ വന്നത്. നിനക്ക് വേണ്ടി മാത്രം. നിന്റെ തല ഒരിക്കലും നാണക്കേടിൽ താഴ്ത്തേണ്ടി വരാൻ ഞാൻ അനുവദിക്കില്ല. ഓഹോ, ബാഗ് ഒന്ന് വേഗം തുറക്ക്. ഈ ഫേക്കിന്റെ പ്രാവുകൾ എല്ലാവരുടെയും മുന്നിൽ പറന്നു പോട്ടെ. ഓഹോ, ബാഗ് ഒന്ന് വേഗം തുറക്ക്. ഈ ഫെക്യൂചന്ദിന്റെ പ്രാവുകള് എല്ലാവരുടെ മുന്നിൽ പറന്നു പോട്ടെ. ഇപ്പൊ ഞങ്ങൾക്കും അറിയണം ഇദ്ദേഹം രാജാവാണോ ഭിക്ഷക്കാരനാണോ എന്ന്. തുറക്ക്. ഇതാ നോക്കിക്കോളൂ. ഈ കാറിന്റെയും ഹൗസിന്റെയും പേപ്പേഴ്സ് എല്ലാം നിങ്ങളുടെ പേരിലാണ്. എന്റെ പേരിലോ? ഒന്ന് നോക്കട്ടെ. ശരിക്കും എന്റെ പേരിലാണല്ലോ. അയ്യോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്റെ മകള് പാവമാണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ മണ്ടിയല്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത്. താങ്ക് യു. ശരി, ഇനി സത്യം പറ, ഇതെങ്ങനെ സംഭവിച്ചു? നീ ശരിക്കും ഇഷാൻ അവസ്ഥയാണോ അല്ലെങ്കിൽ ഇഷാൻ അസ്രാണിയാണോ? ഞാൻ ജിയയുടെ ഇഷാനാണ്. ഇഷാൻ, നിങ്ങളെല്ലാവരും എത്ര നിഷ്കളങ്കരാന്നേ. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ജയരാജ്? ഞാൻ സ്വന്തം കണ്ണാൽ കാണാതെ ഒന്നും വിശ്വസിക്കില്ല. എന്റെ കാഴ്ചപ്പാടില് ഇവനൊരു കള്ളനായിരുന്നു, ഇപ്പോഴും കള്ളനാ, ഇനി എന്നും കള്ളനായിരിക്കും. മതി, ഇനി സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്താ പ്രശ്നം? അയ്യോ അയ്യോ, വാവ്, നമ്മുടെ പാവം നിഷ്കളങ്ക മണ്ടിയായ ജിയ ഇത്രയും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നു. എന്റെ മൂത്ത മകൾ മിന്റിയും എന്റെ പ്രിയപ്പെട്ട മരുമകനും വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദീർഘായുസ്സോടെ ജീവിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മോം. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മമ്മി. താങ്ക് യു. ഇത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റാ. 10 ലക്ഷം ബാലൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. ഷോപ്പിങ്ങിനോ പാർട്ടിക്കോ ഹോളിഡേക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. 10 ലക്ഷമോ? ജിയ, സ്വന്തം ചേച്ചിയും ചേട്ടനെയും കണ്ടിട്ട് ഒരു ഹലോ പോലും പറയില്ലേ? ഒരേ നഗരത്തിൽ താമസിച്ചിട്ടും മാസങ്ങളായിട്ട് നമ്മള് കണ്ടിട്ടില്ല. ജയരാജ് ബ്രോ, എന്താണ് മുഖം വാടിയിരിക്കുന്നത്? എല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുന്ന എന്തിനാ? എന്താ പ്രശ്നം? ഒരു മിനിറ്റ്, ഇവനിവിടെ എന്താ ചെയ്യുന്നത്? നിനക്കിവനെ അറിയാമോ? ചെറുപ്പം മുതലേ അറിയാം, പക്ഷെ ഇപ്പൊ ഇവനിവിടെ എന്താ ചെയ്യുന്നത്? ഇതാണ് ഇഷാൻ, ജിയയുടെ ബോയ് ഫ്രണ്ട്. ജിയയുടെ ബോയ് ഫ്രണ്ടോ? ഇവനോ? ഇവനൊരു ഭിക്ഷക്കാരനാ.
ജിയ, എന്തിനാ എല്ലാവരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്നത്? മിന്റി, ഒന്നും വളച്ചൊടിക്കണ്ട. പറയാനുള്ളത് തുറന്നു പറ. ഇവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടാ, ഇഷാൻ. എന്ത്? ഇവൻ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ? അപ്പോ നീ എന്റെ ചേച്ചിയെ ഡേറ്റ് ചെയ്തിരുന്നോ? ജിയ, എന്റെ വാക്ക് കേൾക്ക്. എടാ, ഒരു ഉപകാരം ഇല്ലാത്തവനെ. എല്ലാവരോടും ഞാൻ സത്യം പറയാം. കോളേജിൽ പഠിക്കുമ്പോ ഞാനും ഇഷാനും 1 മാസം റിലേഷൻഷിപ്പിലായിരുന്നു. അന്ന് ഇവനൊരു പാവപ്പെട്ട വിലയില്ലാത്ത അലസനായ ആളായിരുന്നു. പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ സംസാരിക്കപ്പോ കോടീശ്വരനെ പോലെ ആയിരുന്നു. ഞാൻ ഇവനെ വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോ ഓരോ തവണയും ഇവൻ കരഞ്ഞ് ഡ്രാമ കാണിക്കുമായിരുന്നു. ഒടുവിൽ ഒരു ചെറിയ ജോബ് കിട്ടിയപ്പോ ഞാൻ അവസരം നോക്കി ബ്രേക്കപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇവനെ വിട്ടുപോയി. എന്ത്? ഇതൊക്കെ സത്യമാണോ? അതിനെന്താ മോം? എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാകും. അതിലെന്താ ഇത്ര വലിയ കാര്യം? ഇന്ന് അദ്ദേഹം കഷ്ടപ്പെട്ട് വിജയിച്ച ഒരാളാ. ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്, അല്ലേ? ജിയ, നിനക്ക് ഭ്രാന്തായോ? ഇവൻ നഗരത്തിൽ ഒരു പാത്രം പിടിച്ച് ഭിക്ഷ ചോദിച്ച് നടക്കുന്ന ആളാ. ഇവനൊരു ഭിക്ഷക്കാരനാ. കയ്യിലും പണമില്ല, വിധിയിലും ഭാഗ്യമില്ല. നിന്റെ ബുദ്ധിയുള്ള ചേച്ചിയൊന്ന് നോക്ക്, പിന്നെ നിന്നെയും നോക്ക്. എന്തിനാ നീ നിന്റെ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോ, എന്റെ പ്രിയപ്പെട്ട സിസ്റ്റർ ഇൻ ലോ, നിനക്കും ഭ്രാന്തായോ? ഈ ഭിക്ഷക്കാരൻ നിന്നെ എങ്ങനെ പോറ്റും? കാറ്റ് നിന്നാണോ നിങ്ങൾ ജീവിക്കുക? അല്ലെങ്കിൽ വെള്ളം കുടിച്ചാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ? പറയേ. ഇവൻ കള്ളനും പാവപ്പെട്ടവനും മാത്രമല്ല, ഇവനൊരു ഭിക്ഷക്കാരനാ. ഭിക്ഷക്കാരൻ. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാ. നിനക്ക് ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്റെ ബോയ് ഫ്രണ്ടിനെ അപമാനിക്കാൻ നിനക്ക് ഒരു അവകാശവും. അതുകൊണ്ട് മതി, ഇനി നിർത്തിക്കോ. രാജീവ്, നീ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കിവനെ ചെറുപ്പം മുതൽ അറിയാലോ. എല്ലാവരോടും പറ. ഓ, ഈ മണ്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങൾ ഒരേ സ്കൂളിലും ഒരേ ക്ലാസ്സിലും ആയിരുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടിക്കും ഇവന്റെ അടുത്ത് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത്രയും ദരിദ്രനായിരുന്നു. ശരീരത്തിൽ നിന്ന് പോലും ദുർഗന്ധം വരുമായിരുന്നു. പക്ഷെ പഠിത്തത്തിൽ എടുക്കാനായിരുന്നു. പരീക്ഷയിൽ എപ്പോഴും ഒന്നാമനുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ നോക്കിയേ, ഇന്നും ഒരു ഭിക്ഷക്കാരൻ തന്നെയാ. അല്ലേ ബേബ്? ഇന്ന് ഭിക്ഷ ചോദിച്ച അവന്റെ ആ ഫോട്ടോ നിന്റെ കയ്യിലില്ലേ? ഉണ്ട്. വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? അതെല്ലാവരെയും കാണിക്കേ. ദൈവമേ, ഇത് തന്നെയാണോ ഇവന്റെ യഥാർത്ഥ മുഖം? അപ്പോ ഇത്രയും നേരം നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? നിന്റെ ഈ വ്യാജ പേപ്പേഴ്സ് എടുത്തു പോ. എന്റെ മകളെ കുടുക്കാനും എന്നെ വഞ്ചിക്കാനും എല്ലാവരുടെയും മുന്നിൽ എന്റെ കുടുംബത്തെ അപമാനിക്കാനും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളത് കീറിക്കളയാൻ പാടില്ലായിരുന്നു. സത്യം അറിയുമ്പോ നിങ്ങൾക്കതിൽ വലിയ പശ്ചാത്താപം തോന്നും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏക പശ്ചാത്താപം നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്നതാ. ഭിക്ഷക്കാര. എന്താ ചെയ്യുന്നത്? എന്നെ വിട്. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാ. ഈ ഭിക്ഷക്കാരന് വേണ്ടി നീ എന്നെ അടിക്കാൻ വരെ പോകുന്നു. വിടാൻ പറഞ്ഞില്ലേ? ജിയ, എന്താ നീ ചെയ്യുന്നത്? എന്നെ വിട്. മതി. ഇതല്ല എന്റെ തെറ്റാ. അദ്ദേഹം എന്നെ കുടുക്കിയതല്ല, ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ കുടുക്കിയത്. എന്ത്? അതെ, ഒരു ദിവസത്തേക്ക് എന്റെ ബോയ് ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തു. പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇതല്ല എന്റെ തെറ്റാ. സോറി, ഐ എം സോറി ഇഷാൻ. എന്റെ കുടുംബം നിങ്ങളോട് ഇത്ര വിഷം പോലെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇത്രേ നേരം പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയല്ലേ? ഇവര് ശരിക്കും ലവേഴ്സ് അല്ലെന്ന്.
ഒരു പെൺകുട്ടിയെയും ആരും ഒരു ഭിക്ഷക്കാരന്റെ കയ്യിലോ ഭിക്ഷക്കാരന്റെ ബാഗിലോ ഏൽപ്പിക്കില്ല. ഭിക്ഷക്കാരനോ കോടീശ്വരനോ എന്ന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ ഇഷാനിയെ കഴിക്കൂ. ആർക്കെങ്കിലും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കട്ടെ. മിണ്ടാതിരിക്കെ ജിയ. ആശ, നിന്റെ മക്കൾക്ക് നീ എന്ത് സംസ്കാരമാണ് കൊടുത്തത്? ആദ്യം ഒരു വാടക ബോയ്ഫ്രണ്ടിനെ കൊണ്ടുവന്നു. അത് പോരാഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ അവനെ കിസ് ചെയ്തു. ഇപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ കുടുംബത്തിന്റെ മാനക്കേട് വരുത്തി വെക്ക. വാവ് ജിയ, വാവ്. എല്ലാവരുടെയും മുന്നിൽ നീ നമ്മളെ പൂർണ്ണമായി നാണം കെടുത്തി. എന്നെ മോം, എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത് ആരാണ്? എന്റെ സമ്മതമില്ലാതെ എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എന്റെ തെറ്റാണെന്നോ? ഇത് ഈ പണം വാങ്ങിക്കും. പിന്നെ ഇവിടെ നിന്ന് പോകും. റിയലി സോറി. ഇല്ല ജിയ, നിന്റെ സന്തോഷമാണ് എനിക്കെല്ലാം. നിന്റെ ഒരു പുഞ്ചിരിക്കായി എന്റെ സേവനങ്ങൾ എപ്പോഴും സൗജന്യ. പക്ഷെ തെറ്റ് എന്റേതാ. മുഴുവൻ സത്യവും ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ എന്നെ പോലെ വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ എന്തിലെ വിജയം? ഭിക്ഷ ചോദിക്കുന്നതിലെ വിജയമോ? എനിക്ക് അപാരമായ സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നിട്ടും ഞാൻ വളരെ ഏകാഗിയായിരുന്നു. ജോലിയിൽ മുഴുകി ഞാൻ യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും നഷ്ടപ്പെടുത്തി. എല്ലാവർക്കും വേണ്ടിയിരുന്നത് എന്റെ പണവും അധികാരവും സ്ഥാനവുമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിനെ സ്നേഹിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ജിയ, എല്ലാവരും എന്നെ മോശമായി കണ്ടപ്പോഴും നീ എന്റെ നിഴൽ പോലെ എന്റെ കൂടെ നിന്നു. നിന്റെ പോലെ ഒരു മനസ്സുള്ള പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചത്. എല്ലാവരും നിന്റെ ഭിക്ഷ ചോദിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സിനിമ ഡയലോഗൊക്കെ നിർത്ത്. എന്റെ സഹോദരിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്ത്. ജിയ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ നിന്നെ വലിച്ചിഴച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞോളൂ പ്ലീസ്. ജിയ, നിന്റെ സ്വപ്നങ്ങളിൽ നീ സ്നേഹിച്ച ആ മനുഷ്യൻ ഞാനാണ്. മതി, അകത്ത് വാ. ഈ ഭിക്ഷക്കാരനെ ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വാ മോം, 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 മോം.